Hi students, welcome to AI Tool Challenge. So ഈ ഒരു സെഷനിൽ ഞാൻ നിങ്ങൾക്കൊരു AI ടൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ അതിൻ്റെ പേരാണ് ഹേജൻ. ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത് ഹേജൻ എന്ന് പറയുന്ന AI ടൂൾ യൂസ് ചെയ്യുന്നത് വീഡിയോ ക്രിയേഷന് വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ചലഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാം. ആ വീഡിയോ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, സോ AI അവതാർ ഉപയോഗിച്ച് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് നമ്മൾ തന്നെ ഒരു അവതാറിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ പ്രോംപ്റ്റിങ്ങിലൂടെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനത്തെ ഒരു AI ടൂളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ, നിങ്ങളൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുന്നതാവാം, നിങ്ങളുടെ സ്കൂളിനെ കുറിച്ച് പറയുന്നതാവാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നതാവാം, അങ്ങനത്തെ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോ നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോം ലേൺ ചെയ്തതിന് ശേഷം അത് ക്രിയേറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, സോ അതിൽ നിന്നാണ് വിന്നേഴ്സ് ഞങ്ങൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ AI ടൂൾ. സോ നമ്മൾ ലാപ്ടോപ്പിൽ ക്രോം നിങ്ങൾ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഹേജൻ എന്ന് ടൈപ്പ് ചെയ്യാം. ഹേജൻ, സോ ഇവിടെ കാണാം ഹേജൻ AI. ഓക്കെ, ദെൻ ഫസ്റ്റ് വരുന്ന ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യാം. ഹേജൻ AI വീഡിയോ ജനറേറ്റർ. ഓക്കെ, ഇതൊരു അടിപൊളി ടൂളാണ്. നമുക്ക് വളരെ അടിപൊളിയായിട്ടുള്ള ഒരുപാട് AI വീഡിയോസ് നമുക്ക് ഇതുപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. സോ ഇതിന് ഇവിടെ അതിന് ശേഷം നിങ്ങൾക്കിവിടെ സൈൻ ഇൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. സൈൻ ഇൻ. സോ ജസ്റ്റ് ക്ലിക്ക് ഓൺ സൈൻ ഇൻ. സോ ഞാനിവിടെ സൈൻ ഇൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അത് ലോഡ് ചെയ്യുന്നുണ്ട് പേജ്. സോ നമുക്കിവിടെ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഇമെയിൽ വെച്ചും ഗൂഗിൾ മെയിൽ വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഐ ആം ഗോയിങ് ടു ജസ്റ്റ് ക്ലിക്ക് ഓൺ ദിസ് സൈൻ ഇൻ വിത്ത് ഗൂഗിൾ. സോ ഞാൻ എൻ്റെ മെയിൽ ID ഉപയോഗിച്ചിട്ടാണ് ഗൂഗിൾ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളൊരു മെയിൽ ID ഉപയോഗിച്ച് നിങ്ങൾ ഗൂഗിൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ലോഗിൻ ചെയ്യാം. ഓക്കെ, ദെൻ ജസ്റ്റ് ക്ലിക്ക് ഓൺ കണ്ടിന്യൂ. സോ അതിൻ്റെ നെക്സ്റ്റ് പേജ് ലോഡ് ആവുന്നുണ്ട്. യെസ്, ഇറ്റ്സ് ലോഡിങ്. സോ ഇതൊരു പെയ്ഡ് ടൂളാണ് ആക്ച്വലി. സോ ലിമിറ്റേഷൻസ് ഉണ്ട് ഫ്രീ വേർഷൻ യൂസ് ചെയ്യുന്നതിലൂടെ. സോ അതുകൊണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ, ആദ്യം തന്നെ നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് അതിൻ്റെ പ്രോംപ്റ്റിങ്ങും അതേപോലെ തന്നെ അതിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന സ്ക്രിപ്റ്റും ഒക്കെ വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ. ഓക്കെ, സോ ഇനീഷ്യലി നമ്മളിത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് അവർ കുറച്ച് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നുണ്ട്. സോ നിങ്ങളത് പെട്ടെന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. സോ വാട്ട് ഡു യു വാണ്ട് ടു ക്രിയേറ്റ്? സോ ജസ്റ്റ് യെസ്, എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് വീഡിയോസ്. ജസ്റ്റ് ക്ലിക്ക് ഓൺ കണ്ടിന്യൂ. വാട്ട് ഈസ് യുവർ റോൾ? സോ ഞാനിവിടെ എൻ്റെ റോള് കൊടുക്കുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്നാണ്. ഓക്കെ, ആൻഡ് വിച്ച് ബെസ്റ്റ് ഡിസ്ക്രൈബ് യു ആസ് എ ക്രിയേറ്റർ? ഐ എം റൺ ഓൺ മൈ ഓൺ ബിസിനസ് ഇൻഡിപെൻഡൻ്റ്ലി. ഞാനത് സെലക്ട് ചെയ്തു. ഓക്കെ, സോ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് സെലക്ട് ചെയ്യാം. നിങ്ങൾ എന്താണോ എന്നുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു സെലക്ഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, യെസ്. ഇനി നമ്മൾ ചൂസ് ചെയ്യുന്ന പ്ലാൻ അവർ പറയുന്നുണ്ട്. സോ നമ്മൾ ഫ്രീ വേർഷൻ തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് ഒരു മാസം നമുക്ക് ഒരു വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 മിനിറ്റ് ആണ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ചലഞ്ചിൽ ഇതൊക്കെ ധാരാളമാണ്. സോ ഞാനത് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ലെസൺ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് പർച്ചേസ് ചെയ്യാം. ഓക്കെ, കൂടുതൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. സോ ഈ ഒരു ചലഞ്ചിന് വേണ്ടി നിങ്ങളിപ്പോൾ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾ ഫ്രീ അക്കൗണ്ട് ചൂസ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ഹേജനിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഓക്കെ, സോ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഫസ്റ്റ് വരുന്ന ഓപ്ഷൻ നോക്കൂ. ബിൽഡ് എ വീഡിയോ സീൻ ബൈ സീൻ. അതായത് നമുക്ക് ഓരോ സീനിലും ഒരു വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഈ ഓപ്ഷൻ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ജനറേറ്റ് എ വീഡിയോ ഫ്രം എ പ്രോംപ്റ്റ്. ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട്, ഫോർ എക്സാമ്പിൾ നമുക്ക് വാട്ട് ഈസ് AI എന്ന് പറയുന്ന ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഹൗ ഫോട്ടോസിന്തസിസ് വർക്ക്സ് അതിൻ്റെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ലേണിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് പ്രോംപ്റ്റിങ്ങിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ മേക്ക് ആൻ അവതാർ വീഡിയോ ഫ്രം എ ഫോട്ടോ. ഒരു ഫോട്ടോ ഉപയോഗിച്ചിട്ട് അതിലൂടെ ആ ഒരു ഫോട്ടോനെ ഒരു അവതാർ വീഡിയോ ആക്കി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മളെ ഫോട്ടോ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ തന്നെ ഒരു അവതാറായിട്ട് മാറും. ഓക്കെ, അതാണ് അതിനുള്ള ഓപ്ഷൻ. പിന്നെ ക്രിയേറ്റ് യുവർ AI അവതാർ. നമുക്ക് നമ്മളെ തന്നെ അവതാർ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നമ്മളെ വീഡിയോ മറ്റു ലാംഗ്വേജിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇതിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെംപ്ലേറ്റ് വെച്ചിട്ടും വീഡിയോ ചെയ്യാം. അങ്ങനത്തെ മെയിൻ ആയിട്ടുള്ള ഒരു 6 ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ ആദ്യം കാണിക്കാം. ബിൽഡ് എ വീഡിയോ
സീൻ ബൈ സീൻ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ ഏത് ഓപ്ഷൻ വേണം നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങളൊരു അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ഈ ടൂൾ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മൾ ടാസ്ക് എന്ന് പറയുന്നത്. യെസ്, ഇതിപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ക്രിയേറ്റ് വീഡിയോ സീൻ ബൈ സീനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഓൾറെഡി ഉള്ള ഒരു അവതാരമാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ സ്ക്രിപ്റ്റ് കൊടുക്കാൻ പറ്റും. ആക്ച്വലി അപ്ലോഡ് ദ ഓഡിയോ, നമുക്ക് നമ്മുടെ ഓഡിയോ റെക്കോർഡ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക് നമ്മുടെ ഓഡിയോ തന്നെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് നമ്മളെ സ്ക്രിപ്റ്റ് എഴുതാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു AI ടൂൾ ഇവിടെ തന്നെ ഉണ്ട്. സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. സോ ഈ ഒരു ഓപ്ഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ വീഡിയോസിലും ഓരോ സീനിലും എന്താണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ജനറേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ആവും. അപ്പം നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ വീണ്ടും നമ്മുടെ ഹോം പേജിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഹോമിലേക്ക് മൂവ് ചെയ്തു. ജനറേറ്റ് എ വീഡിയോ ഫ്രം എ പ്രോംപ്റ്റ്. ഇനി അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രോംപ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് പ്രോംപ്റ്റ് ആണോ കൊടുക്കുന്നത് അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇവിടെ ഈ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഈ ക്ലാസ് കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളുടെ വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമുക്ക് ഒരു മന്തിൽ ഒരു വീഡിയോ മാത്രമേ ഈ ഒരു ഫ്രീ പ്ലാനിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഞാൻ വീണ്ടും ഹോമിലേക്ക് പോയി. അവിടെ മേക്ക് ആൻ അവതാർ വീഡിയോ ഫ്രം എ ഫോട്ടോ. അപ്പോൾ അതൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇതാണ് ഒരു ഓപ്ഷൻ. അപ്പോൾ ഇവിടെ അപ്ലോഡ് ഫോട്ടോ, ഇവിടെ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഇവിടെ നമ്മൾ സ്ക്രിപ്റ്റ് കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോ ജനറേറ്റ് ആയിട്ട് വരും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ക്രിയേറ്റ് യുവർ AI അവതാർ. നമ്മളെ തന്നെ ഒരു അവതാറിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇവിടെ ക്ലോൺ എ റിയൽ പേഴ്സൺ, അതായത് നമ്മൾ ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് അതിനെ തന്നെ നമുക്ക് ക്ലോൺ ചെയ്തെടുക്കാൻ പറ്റും. അത് റിയൽ വീഡിയോ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഞാനത് ക്ലിക്ക് ചെയ്തു. സോ ഇവിടെ നമുക്ക് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിലുള്ള ഓപ്ഷൻസാണ് ഇപ്പം അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അതെല്ലാം നമുക്ക് ഫോണിലൂടെ റെക്കോർഡ് ചെയ്യാം. അതേപോലെ നമുക്ക് ഇനി ഏതെങ്കിലും വീഡിയോസ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ അപ്ലോഡ് എ ഫുട്ടേജ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്കിവിടെ നമ്മളൊരു ഷോർട്ട് വീഡിയോ, ഒരു 50 സെക്കൻഡ് വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് നമുക്ക് നമ്മളെ AI അവതാർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഓപ്ഷൻസ്. ഇനി നമ്മൾ ഒന്നും കൂടി ഞാൻ ഹോം പേജിലേക്ക് തന്നെ പോകുന്നു. പിന്നെ നമുക്ക് ഏത് വീഡിയോയും ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിന്നും ടെംപ്ലേറ്റ് എടുത്ത് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സാമ്പിൾ കാണിക്കാൻ പോകുന്നത് മേക്ക് ആൻ അവതാർ വീഡിയോ ഫ്രം എ ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് ആദ്യം ഞാൻ സെലക്ട് ചെയ്യുന്നത് അപ്ലോഡ് എ ഫോട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യാം. സോ ഓൾറെഡി ഞാനൊരു ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തു. ഇനി എനിക്കിവിടെ സ്ക്രിപ്റ്റാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ AI ട്യൂട്ടിനെ കുറിച്ച് ഞാൻ പറയുന്ന ഒരു ഷോർട്ട് സ്ക്രിപ്റ്റ് ഞാനിവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ആക്ച്വലി ഞാനിവിടെ കൊടുത്തതിൽ എനിക്കിവിടെ എൻ്റെ വേർഡ്സിൻ്റെ മാക്സിമം ലിമിറ്റ് 210 ആണ്. കുറച്ച് കൂടി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് റിമൂവ് ചെയ്യാം. യെസ്, അപ്പോൾ നിങ്ങൾ ഇതേപോലെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കൊടുക്കുമ്പം ലെറ്റേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, 210 ആണ് നമ്മളെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ഇപ്പോൾ ലിമിറ്റിനകത്താണ് വന്നിട്ടുള്ളത്. ഇനി ഞാൻ ഇവിടെ ഡയറക്റ്റ് ഇവിടെ ഒരു ജനറേറ്റ് ഒരു ഏരോ മാർക്ക് കാണാം. അത് നേരെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. പ്ലീസ് സെലക്ട് എ വോയിസ്. ഓക്കെ, സോറി, നമ്മൾ വോയിസ് സെലക്ട് ചെയ്യാൻ മറന്നു. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ വോയിസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഞാൻ അതിൽ പോയി. ഓക്കെ, സോ ഇവിടെ നമുക്ക് ക്ലോൺ യുവർ വോയിസ് കാണാം. നമുക്ക് നമ്മളെ വോയിസ് തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. അതല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു ഓഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓഡിയോ സെലക്ട് ചെയ്യാം.
യെസ്, ഹൈജൻ ലൈബ്രറിയിൽ പോയിട്ട് ഓക്കെ യെസ് നമുക്കിത് ചെക്ക് ചെയ്യാൻ പറ്റും. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സൗണ്ട് കേൾക്കാൻ പറ്റും. ഓക്കെ സോ ആക്ച്വലി യെസ് ജെൻഡർ ഞാൻ എൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്തത്, അപ്പോൾ ഞാനിവിടെ മെയിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ മാർക്ക് യെസ്. സോ ആക്ച്വലി നിങ്ങൾക്ക് നിങ്ങളെ വോയിസ് തന്നെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതിലുള്ള ലൈബ്രറിയിലുള്ള ഒരു വോയിസാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ യെസ്, സെലക്ട് എ വോയിസ് ഞാൻ സെലക്ട് ചെയ്തു. ഇനി ഞാൻ ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ സോ എൻ്റെ വീഡിയോ ജനറേറ്റ് ആവുന്നുണ്ട്. സോ നമ്മളെ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് ആ വീഡിയോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ യെസ്, വീഡിയോ ജനറേഷൻ സ്റ്റാർട്ടഡ്. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ആ വീഡിയോ ജനറേറ്റ് ആവുന്നുണ്ട്. ഓക്കെ സോ ആക്ച്വലി നിങ്ങളെ വോയിസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വീഡിയോ കുറച്ചും കൂടി അടിപൊളിയാവും. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ഏറ്റവും സൂപ്പർ ആവണം. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷനിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടണം എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയോട് കൂടി വേണം നിങ്ങൾ ഈ ഒരു ഇതിൽ വരുന്ന വീഡിയോസ് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 60-80% ആയി. ഓക്കെ യെസ്, സ്പീഡാവുന്നുണ്ട്. സോ ആക്ച്വലി നമ്മൾ AI ടൂളുകൾ, ഒരുപാട് AI ടൂളുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കോമ്പറ്റീഷൻ നമ്മളിങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആയിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് നിങ്ങളെ ഒരു ഫസ്റ്റ് ചാൻസ് ആണ്. അപ്പം നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ക്രിയേറ്റ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ ഇറ്റ്സ് ലോഡിങ്. യെസ് ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ലെറ്റ് സീ ഹൗ ഇസ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. യെസ്, ഞാനിത് പ്ലേ ചെയ്യാം. ഓക്കെ AI Toot is an innovative, future-ready learning program designed to equip students with essential skills in artificial intelligence, robotics, design thinking, and entrepreneurship. ഓക്കെ സോ ഞാൻ കൊടുത്ത പ്രോംപ്റ്റിന് അനുസരിച്ച് എൻ്റെ ഇമേജിനെ ഉപയോഗിച്ചിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു പ്രോംപ്റ്റ് മാത്രമേ കൊടുത്തുള്ളൂ, എൻ്റെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തുള്ളൂ, എനിക്കൊരു വീഡിയോ കിട്ടി. ഓക്കെ, അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രമാണ്. ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മളതിൻ്റെ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോ ആണ് ഫ്രീ പ്ലാനിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ഏതാണ് എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. സോ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ ഈ ഓപ്ഷനിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത് മേക്ക് ആൻ അവതാർ വീഡിയോ ഫ്രം എ ഫോട്ടോ, ഒരു ഫോട്ടോ ഉപയോഗിച്ചിട്ട് നമ്മളെ തന്നെ അവതാറിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ക്രിയേറ്റ് യുവർ ഓൺ AI അവതാർ, നമുക്ക് നമ്മളെ അവതാറിനെ തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ അതും കൂടി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ അപ്ലോഡ് എ ഫൂട്ടേജ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ സോ ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമ്മുടെ വീഡിയോസ് റെക്കോർഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളെ അവതാറിനെ ക്രിയേറ്റ് ചെയ്യാം. ഞാനതിന് പകരം ഇവിടെ അപ്ലോഡ് എ ഫൂട്ടേജ് എന്ന് കൊടുത്തു. ഓക്കെ സോ ഇനി ഇവിടെ അപ്ലോഡ് എ ഫുട്ടേജ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും വീഡിയോസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ വീഡിയോസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം. അപ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ ഓൾറെഡി നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്കതൊന്ന് ഡൗൺലോഡ് ചെയ്യാം. യെസ്, ഡൗൺലോഡ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഹേജൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തന്നെ ഡൗൺലോഡ് ചെയ്ത വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത് എൻ്റെ അവതാർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വീണ്ടും നമ്മൾ ബാക്കോട്ട് പോയി ഹോം പേജ് സെലക്ട് ചെയ്തു. യെസ്, ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്രിയേറ്റ് യുവർ AI അവതാർ. ഓക്കെ, ക്ലോൺ എ റിയൽ പേഴ്സൺ കൊടുത്തു, അപ്ലോഡ് എ ഫൂട്ടേജ് കൊടുത്തു. ഓക്കെ, ഇനി ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യണം. യെസ്, ഇപ്പം നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഓക്കെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് <50 സെക്കൻഡിൽ താഴെ ആണെങ്കിൽ അവർ അത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പം ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോ അതിനേക്കാൾ കൂടുതലുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾ തന്നെ വീഡിയോസ് <50 സെക്കൻഡ് ഉണ്ടെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ നിങ്ങൾ തന്നെ
അടിപൊളിയായിട്ടുള്ള അവതാറുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ AI ടൂൾ എന്ന് പറയുന്നത്, ഹേജൻ എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾക്കിനി പ്രോംപ്റ്റിലൂടെയും അതായത് ജനറേറ്റ് വീഡിയോ ഫ്രം എ പ്രോംപ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ഏതും ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഞാനിപ്പം കാണിച്ചു തന്നിട്ടുള്ള ഏത് ഓപ്ഷനും ഉപയോഗിക്കാം. അതേപോലെ തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏത് ഏരിയാസും സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന വീഡിയോൻ്റെ ക്രിയേറ്റിവിറ്റി നോക്കിയിട്ടാണ് നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. സോ ടൂൾ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുക, അതിനുശേഷം വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് താഴെ കാണുന്ന ലിങ്കിൽ ഗൂഗിൾ ഫോമിൽ നിങ്ങളെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഓൾ.